ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലൈംഗിക ആവശ്യം നിഷേധിച്ചാൽ, ആ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാതിരുന്നാൽ പിന്നീട് അങ്ങോട്ട് കൊടിയ പീഡനമായിരിക്കും, ആ പടത്തിൽ നിന്ന് തന്നെ പുറത്താകുന്ന അവസരമായിരിക്കുമെന്ന് മൊഴി നൽകിയ നടിമാർ, സാങ്കേതിക പ്രവർത്തകർ ഒക്കെ മൊഴി നൽകിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ശുചിമുറികൾ, ഒപ്പം വസ്ത്രം മാറുന്നതിനുള്ള മുറി, അതടക്കം വേണ്ട സംവിധാനങ്ങളൊന്നും ഒരുക്കാത്ത സെറ്റുകൾ, അതിൽ നേരിടുന്ന വലിയ ചൂഷണം, അതാണ് ഈ റിപ്പോർട്ട് അക്കമിട്ട് പറയുന്നത്. മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടാകുന്നത് സെറ്റുകളിൽ എന്ന് മനസ്സിലായിട്ടും അത് കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് വന്നു പറഞ്ഞത് പലരാണ്, ഒന്നോ രണ്ടോ പേരല്ല. നടിമാരെ നിയമവിരുദ്ധമായി വിലക്കുന്നു. വിലക്കേർപ്പെടുത്തുന്നത് വഴങ്ങാതിരിക്കുമ്പോഴാണോ? അതിനൊരു വ്യക്തത വരേണ്ടേ? പുരുഷാധിപത്യത്തിന്റെ ലോകമാണ് സിനിമയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പവർ ഗ്രൂപ്പിന് എന്തും ചെയ്യാനുള്ള ഒരു തിട്ടൂരം കൊടുത്തിരിക്കുന്നത് ആരാണെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ലിംഗവിവേചനം കഴിവുണ്ടെങ്കിലും ലിംഗവിവേചനത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങൾ കിട്ടാതെ പോകുന്ന സ്ത്രീകളെ പറ്റിയും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ലഹരിയുടെ ലോകമായി മാറുന്ന സിനിമാ സെറ്റുകൾ, മദ്യപിച്ചും കഞ്ചാവടിച്ചും മയക്കുമരുന്ന് കഴിച്ചും മതോന്മത്തരായി വന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളുകൾക്കൊപ്പം ജോലി ചെയ്യേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയെ പറ്റി പറയുന്നുണ്ട് സ്ത്രീകൾ കമ്മിറ്റിക്ക് മുന്നിൽ. അതേക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അപമര്യാദയായി നടിമാരോട് പെരുമാറുന്നത് സ്ഥിരം സംഭവമാകുന്നുവെന്നും ഈ റിപ്പോർട്ട് കണ്ടെത്തുകയാണ്. മതിയായ പ്രതിഫലം നൽകാതെ, നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രതിഫലം പോലും കിട്ടാത്തതിനെപ്പറ്റി ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം വ്യക്തമായി പറയുന്നു. നടിമാർക്ക്, സ്ത്രീകൾക്ക് മതിയായ പ്രതിഫലം നൽകാത്തതിനെ പറ്റിയും മൊഴികൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പരാതിയുമായി മുന്നോട്ട് പോയാൽ, പോലീസിന് മുന്നിലോ കോടതിക്ക് മുന്നിലേക്കോ പരാതിയുമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജീവൻ അപകടത്തിലാകുമെന്ന ഭീഷണിയിലൂടെ അവരെ നിശബ്ദരാക്കുകയാണ്. താൻ മാത്രമല്ല, തന്റെ കുടുംബവും ആക്രമണത്തിനിരയാകുമെന്ന ഘട്ടമെത്തുമ്പോൾ പരാതിപ്പെടാതെ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് സ്ത്രീകൾ മൊഴി നൽകുന്നതും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സിനിമാ ലോകം ഭരിക്കുന്ന പവർ ലോബി 15-അംഗ പവർ ഗ്രൂപ്പ്, അതിൽ അഭിനേതാക്കളുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന് സിനിമാ ലോകം ഇന്ന് കീഴടങ്ങിയിരിക്കുന്നു. അതാണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്നാണ് ഇന്ന് വ്യക്തമാകുന്നത്. പല പ്രധാന നടന്മാരും നിലപാടെടുത്ത് സ്ത്രീകൾക്കൊപ്പം, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾക്കെതിരെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ വിലക്കിന്റെ വഴിയെ നീങ്ങുന്നതാണ് കണ്ടതെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. മതിയായ ഭക്ഷണം പോലും കിട്ടാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊഴി നൽകിയിട്ടുണ്ട്. രാത്രിയിലെ വാതിലിൽ മുട്ടൽ, അതൊരു പാരഗ്രാഫായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ശക്തിയായി മുട്ടുമെന്ന് നിരവധി ആളുകൾ മൊഴി നൽകിയിരിക്കുകയാണ്. ആവർത്തിച്ച് മുട്ടിവിളിക്കുന്ന, ചൂഷണത്തിനായി പല തവണയായി ആവർത്തിച്ച് ശ്രമിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങളെ കൂട്ടാതെ സെറ്റിലേക്ക് പോകാൻ ഭയമാണെന്ന് പറയുന്ന സ്ത്രീകളുമുണ്ട് കമ്മിറ്റിക്ക് മുന്നിലെത്തിയവരിൽ. കതക് തകർക്കുന്ന രീതിയിൽ തട്ടി വിളിക്കുന്ന, സുരക്ഷിതത്വം ഒട്ടും ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉറങ്ങേണ്ടി വന്നതിനെപ്പറ്റി പറഞ്ഞ സ്ത്രീകളുണ്ട്. തൊഴിലിടത്തിൽ സുരക്ഷിതരല്ല എന്ന ആശങ്ക നടിമാർ പങ്കുവയ്ക്കുമ്പോൾ, സാങ്കേതിക പ്രവർത്തകർ പങ്കുവയ്ക്കുമ്പോൾ, ആ സുരക്ഷിതത്വം ഉറപ്പാക്കി നൽകേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. നിയമനിർമ്മാണം, ട്രൈബ്യൂണൽ രൂപീകരണം, ഇത് രണ്ടും വേണമെന്ന റെക്കമെൻഡേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. സിനിമാ ലോകത്ത് സംഭവിക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ അത് ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതില്ലാതാക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. No producer shall refuse to pay to any person in cinema remuneration which is due and payable as per the terms of contract. എത്രയാണോ നിങ്ങൾ അവരെ ഒരു അവസരം നൽകി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിക്കായി വിളിക്കുമ്പോൾ എത്രയാണോ ഓഫർ ചെയ്തത് അത് കൊടുത്തിരിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ ഇതിലുണ്ട്. No producer or junior artist coordinator shall deny to any hair stylist, junior artist or any other employee any amount fixed as minimum wages as agreed upon by such persons and as stated in the contract. എത്രയാണോ മിനിമം തുക, അതിൽ നിന്ന് വ്യതിചലിക്കാൻ അവകാശമില്ല എന്നതും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു ഓൺലൈൻ ട്രെയിനിങ് നടത്തിയാലെങ്കിലും ഈ മേഖലയിലെ ഇങ്ങനെയുള്ള അസമത്വങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യവും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കമ്മിറ്റി. അതായത് കൃത്യമായി തുക പറഞ്ഞുറപ്പിച്ച് അഭിനയത്തിനായി വിളിക്കുക, അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക പ്രവൃത്തികൾക്കായി, പിന്നണി ജോലികൾക്കായി വിളിക്കുക, എന്നിട്ട് ആ തുക നൽകാതെ അവരെ പറ്റിക്കുക, അതും നടക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്ന് വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ട്. അതുപോലെ തന്നെയാണ് ഡിമാൻഡ്
ഡിമാൻഡ് ഫോർ സെക്സ്, കാസ്റ്റിംഗ് കൗച്ച്, അത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. കഴിവുണ്ടായിട്ടും അവസരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിന് തന്നെ ഒരു എൻട്രി വിസ പോലെയാണ് ഈ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പെൺകുട്ടികൾ, തുടക്കക്കാർ, നവാഗതർ അവർ പറയുന്നുണ്ട്. അതായത് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ, ഇപ്പോൾ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു നായികയെ പോലെ നിങ്ങൾക്കാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിമാൻഡ് ഫോർ സെക്സ് മീറ്റ് ചെയ്യണം എന്നത് ഒരു നിബന്ധനയായി മാറുകയാണ് അവരുടെ മുന്നിൽ. അവിടെയാണ് ഇതിന്റെ അപകടം നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടന്മാരിൽ നിന്ന് മാത്രമല്ല, പ്രൊഡ്യൂസർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ ആരായാലും അവർക്കൊക്കെ വഴങ്ങിക്കൊടുത്താലേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് എല്ലാവരെയും കുറിച്ചല്ല, അല്ലാത്ത നല്ല സംവിധായകരെ പറ്റി, നല്ല നിർമ്മാതാക്കളെ പറ്റി, നല്ല ഛായാഗ്രാഹകരെ പറ്റിയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ സെറ്റുകളിൽ പ്രവർത്തിക്കുന്നത് തങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആണെന്ന് മൊഴി നൽകിയവരുമുണ്ട്. എല്ലാവരും കുറ്റക്കാരോ കുഴപ്പക്കാരോ ആണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നില്ല. പക്ഷേ കുറ്റക്കാരും കുഴപ്പക്കാരും എക്സിസ്റ്റ് ചെയ്യുന്നു. പെർപ്രട്രേറ്റേഴ്സ് എന്ന വാക്കാണ് കമ്മിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിലനിൽക്കുന്നു. അവർക്കെതിരെ എന്ത് നടപടിയിലേക്കാണ് പോവാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെ നിന്നെങ്കിലും ഒരു പരസ്യം കാണുന്നു, ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരമുണ്ട് എന്ന ഒരു കാസ്റ്റിംഗ് കോൾ കാണുന്നു. അതിനുശേഷം ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നവർക്ക്, പ്രായപൂർത്തിയാകാത്തവർക്കടക്കം നേരിടേണ്ടി വരുന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യേണ്ടത് സർക്കാരാണ്. 4.5 വർഷമായി ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മതിയായ ഭക്ഷണമില്ല, രാത്രിയിൽ വാതിലിൽ ശക്തിയായി മുട്ടുമെന്നുള്ള മൊഴികൾ നിരവധി പേർ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ആവർത്തിച്ച് മുട്ടിവിളിക്കുന്നത് സുഖാന്വേഷണത്തിലല്ല, മദ്യപിച്ച് മതോന്മത്തരായി വന്ന് അടിച്ച് പൊളിച്ച് വിളിക്കുകയാണ് കതകിന്റെ പുറത്ത്. ആ കതക് തുറന്നില്ലെങ്കിൽ നാളെ ആ പടത്തിൽ അവസരമുണ്ടാകില്ല, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഷോട്ടുകൾ എടുക്കേണ്ടി വരും. എന്ത് സുരക്ഷിതത്വമാണ് തങ്ങൾക്കുള്ളതെന്ന് ആ നടിമാർ ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് സംവിധാനങ്ങളാണ്. നമ്മുടെ സംവിധാനങ്ങൾ ആ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥവുമാണ്. ലൈംഗികാതിക്രമം അതേത് തൊഴിലിടത്തിൽ സംഭവിച്ചാലും അത് പരിഹരിക്കേണ്ട ഒരു ഇന്റേണൽ കമ്മിറ്റിയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ICCക്ക് മുന്നിൽ ഒരു പരാതിയുമായി പോയി കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ ആരാണോ ആ കുറ്റം ചെയ്തത് അയാളുടെ അടുത്തേക്കാണ് ആ വിവരം ആദ്യം എത്തുന്നത്. അതെന്തൊരു ദുഷ്കരമായ സാഹചര്യമാണ് ആ സ്ത്രീക്കുണ്ടാക്കുന്നത്. ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് അത് എത്രയും മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും. അതിനുശേഷം കൂടുതൽ പീഡനത്തിലേക്ക്, മാനസിക പീഡനത്തിലേക്ക് അവർ നീങ്ങേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. എന്ത് സുരക്ഷിതത്വമാണ് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഒരുക്കി കൊടുക്കുന്നത് എന്ന ചോദ്യം. അതോടൊപ്പം ഇംഗിതത്തിന് വഴങ്ങാതെ വന്നു കഴിഞ്ഞാൽ, ഈ കതകിൽ ആവർത്തിച്ച് തട്ടിവിളിക്കുമ്പോൾ കതക് തുറക്കാതിരുന്നാൽ പിറ്റേ ദിവസം മുതൽ കടക്കു പുറത്താണ്. കതകിനകത്തേക്ക്, മുറിക്കുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മുറിക്ക് പുറത്തേക്ക് അവൾ ഇറങ്ങി വരുമ്പോൾ പിറ്റേ ദിവസം അവൾക്ക് ആ സെറ്റിൽ സ്ഥാനമുണ്ടാകില്ല. സെറ്റിൽ സ്ഥാനമുണ്ടെങ്കിലോ ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിനിരയാക്കാൻ ശ്രമിച്ച ആൾക്കൊപ്പം ഒരേ സീനിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ആ സ്ത്രീക്ക് പെർഫോം ചെയ്യാൻ കഴിയുക? ഒരു പെർഫോമൻസ് ആണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർക്ക് മറ്റു ചില പെർഫോമൻസുകൾ കൂടി നടത്തേണ്ടി വരുമെന്നുള്ളത് എത്രമാത്രം മോശം സാഹചര്യമാണ് ആ തൊഴിലിടത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇംഗിതത്തിന് വഴങ്ങാത്തവരെ, അവരെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ഇംഗിതത്തിന് വഴങ്ങുന്നവരാക്കി തീർക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞ പലരും സൂചിപ്പിച്ചത്. നടന്മാർ ഈ നടിമാർക്ക് നേരിടുന്ന ചൂഷണത്തെപ്പറ്റി, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അസമത്വത്തെപ്പറ്റി, അനീതിയെപ്പറ്റി തുറന്നു പറഞ്ഞാൽ അവർക്ക് അടുത്ത പടങ്ങളിൽ ഒന്നും റോൾ ഉണ്ടാകില്ല. അവർക്കൊരു അപ്രഖ്യാപിത വിലക്ക് വരും. ആ വിലക്ക് വരുത്തുന്നതാരാണ്? ഈ പവർ ഗ്രൂപ്പാണ്. 15 അംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിംഗ്. അത്രയും സ്വാധീനമുള്ള, ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾ, അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഈ രാജ്യത്തെ നിയമമൊന്നും അവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ പെരുമാറാൻ കഴിയുന്നത് അവർക്ക് പിന്തുണ നൽകുന്ന ഒരു സംവിധാനമുള്ളത് കൊണ്ടല്ലേ. പൊതുജനം പണം മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടില്ലെങ്കിൽ ഈ സിനിമ നിലനിൽക്കുമോ, സിനിമാ ലോകം നിലനിൽക്കുമോ എന്നതുകൂടി ഈ സംവിധാനത്തിൽ ഇങ്ങനെ വലിയ മേലാളന്മാരായി, വലിയ വിഗ്രഹങ്ങളായി വാഴ്ത്തിവെച്ചിരിക്കുന്ന ആളുകളെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പൊതുജനം സിനിമ കാണണം, പൊതുജനത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അവർ സിനിമ കാണണം എന്ന് തീരുമാനിക്കുന്നത് ആ കലയോടുള്ള താല്പര്യം കൊണ്ടാണ്. അതേ കലയോടുള്ള താല്പര്യം കൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി സ്ത്രീകൾ വരുന്നത്. അവരെ നിങ്ങൾ ചൂഷണത്തിനിരയാക്കുമ്പോൾ, ആ ചൂഷണത്തിന് വഴങ്ങിയില്ല നിങ്ങൾ അവരെ വിലക്കുമ്പോൾ, പൊതുജനം ആ പടം കാണാൻ വരുമ്പോൾ അവർ ആ സിനിമയെ ആസ്വദിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ പിന്നണിയിൽ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട കളികൾ കൂടി അവർ ചോദ്യം ചെയ്തു എന്ന് വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സിനിമാ മേഖലയിലുള്ളവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പരസ്പരം ചോദിക്കേണ്ട സമയമാണ്. ഓരോരുത്തരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർ തങ്ങൾക്കിടയിലുണ്ടെന്ന് മനസ്സിലായിട്ടും തുറന്നു പറയാതെ ഇരിക്കുന്ന ആളുകളെയാണ് തുറന്നു കാട്ടേണ്ടത്. എല്ലാവരും കുഴപ്പക്കാരല്ല, പക്ഷേ കുഴപ്പക്കാരായ ചിലർ തങ്ങൾക്കിടയിലുണ്ട് എന്ന് വിളിച്ചു പറയാൻ എന്തിനാണ് മടിക്കുന്നത്?
ആരെയാണ് ഭയക്കുന്നത്? തുറന്നു പറഞ്ഞാൽ തകരുന്നത് ഏത് വിഗ്രഹമാണ്? ഏത് വിഗ്രഹത്തിനാണ് അത്രയും ഉറപ്പുള്ളത്? പരാതി കൊടുക്കുന്നതിനായി തയ്യാറാകുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ജീവാപായം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്മാറ്റുന്ന വിഗ്രഹങ്ങൾക്ക് എന്താണ് സംഭവിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം.